ബിസിനസ് റിപ്പോർട്ടിങ്ങിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു രാവിലെ. അതും കഴിഞ്ഞ് പ്രിയ ശിഷ്യൻ ആൽഫിനെയും കൂട്ടി നേരെ അമ്പാടിയിലേക്ക് വന്നു. പൊറോട്ടയും മീൻകറിയും കഴിക്കാന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ മസാല ദോശയും ബീഫ് കറിയായി. നല്ല കുറുകിയിരിക്കുന്ന തേങ്ങാ ചമ്മന്തിയും നെയ് പെരണ്ട് കിടക്കുന്ന പോത്തിന്റെ ചാറും കൂട്ടി മുരുമരാന്നിരിക്കുന്ന മസാല ദോശ ഒരു പിടിയും പിടിച്ചു. ഇന്ന് ഗ്രൗണ്ടിൽ കളിക്കാൻ വളരെ കുറച്ചു പേരുള്ളൂ. മുണ്ടും മടക്കി കുത്തി നേരെ ഇറങ്ങി. ഞങ്ങൾ അർജന്റീന ഫാൻസിന്റെ പടക്കുതിര മേനോനെ കാണാനില്ല. എല്ലാ കളിയിലും പതിവായിട്ട് പരിക്ക് പറ്റുന്ന ഒരു പരിക്കേഷ് എല്ലാ ഗ്രൗണ്ടിലും കാണുമല്ലോ. അവനും വന്നിട്ടില്ല. ഉണ്ണിക്കുട്ടൻ കാനഡയ്ക്ക് പോയത് നന്നായിട്ട് അറിയാനുണ്ട്. ഗ്രൗണ്ട് മൊത്തത്തിൽ സൈലന്റ് ആണ്. ഞാനും സാനുവും വാവച്ചേട്ടനും വലിയ നക്കിളിയും ചാമിയും ഒരു ടീമിലാണ് കളിക്കണേ. എഡ്വിനാണ് കരുത്തനായ ഞങ്ങളുടെ ബാക്ക്. അപ്പുറത്തെ ടീം കമ്പാരിറ്റീവ്ലി പിള്ളേരാണ്. മുണ്ടെടുത്ത് കളിക്കാൻ എനിക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ ബൂട്ടിട്ട് കളിക്കാൻ അറിയില്ല. ഈ മുണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സനുവിനോട് പറഞ്ഞു, സനു, ഈ ഗ്രൗണ്ടിൽ മുണ്ടെടുത്തിട്ട് കളിച്ചിട്ടുള്ള മിക്കവരും ഇന്ന് യൂറോപ്പിലാണ്. പൊട്ടക്കണ്ണൻ മാത്തേലെറിഞ്ഞ പോലുള്ള എൻ്റെ ഒരു ഷോട്ട് ഗോളായി. കണ്ണിൽ ഇരുട്ട് കയറി ബോളും പോസ്റ്റും കാണാൻ വയ്യെങ്കിലും കളി നിർത്തിയില്ല. ഇടയ്ക്കൊന്ന് അടച്ചു തുറന്നാൽ മതി, പിന്നെ എല്ലാം കാണാം. മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട റൊണാൾഡോ ഫാൻസിന്റെ രോമാഞ്ചം സാനുവിനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് നാട്ടുവർത്താനങ്ങളും വിശേഷങ്ങളായിട്ട് അങ്ങനെ ഇരുന്നു. നല്ല പരവേശമുണ്ട്. ഒറ്റ വലിക്ക് ദിന്തിമത്തായിനെ മനസ്സിലാലോചിച്ച് ഉപ്പും പഞ്ചസാര ഇട്ട നാരങ്ങ വെള്ളം അങ്ങ് അകത്താക്കി.